അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തിനോടുള്ള ഇഷ്ടം നാം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ സ്നേഹവും നമ്മുടെ സ്നേഹവും കൂടി ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കിയാൽ കാരണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി സല്ലമ തങ്ങൾ സ്വഹാബത്തിന് വേണ്ടി മദീനത്തെ പള്ളിയിൽ വന്നുകൊണ്ട് ദർസ് എടുക്കുമ്പോൾ ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സ്വഹാബ, ദുനിയാവിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൂന്നേ കാര്യമാണ് സ്വഹാബ. അത്വീബ്, അന്നിസാ, അസ്സലാത്തു ഖുർറത്തു ഐൻ. അത്വീബ്, സുഗന്ധം ഉപയോഗിക്കൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് സ്വഹാബ. അന്നിസാ, ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ പോലും വിശേഷിപ്പിക്കുന്ന AD 6-ാം നൂറ്റാണ്ടിൽ ഒരു പ്രഭാതം പോലെ അറബ് ജനതയിലേക്ക് ഉദയം കൊണ്ട ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായ ഒരു സമ്പ്രദായം, ജനിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം, ആ സമ്പ്രദായത്തിന് എതിര് നിൽക്കാൻ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മൂന്നാമതായി മുത്തനബി പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സലാത്തു ഖുർറത്തു ഐൻ. ഞാൻ എന്റെ റബ്ബുമായി മുനാജാത്ത് ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിൽ എനിക്ക് ലഭിക്കുന്ന ഖുർറത്തു ഐൻ, ലദ്ദത്ത്, അത് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സഹാബ എന്ന് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് തൊട്ടടുത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഓ അബൂബക്കറേ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്നോട് പറഞ്ഞു തന്നു. ഓ അബൂബക്കറേ, നിനക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ തങ്ങൾ പറയുകയാണ്, ഉൻദുർ ഇലാ വജ്ഹി റസൂലില്ലാഹ്. ഓ ഹബീബായ നബിയേ, തങ്ങളുടെ മുഖത്തു നോക്കിയിരിക്കലും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നബിയേ. രണ്ടാമതായി അബൂബക്കർ തങ്ങൾ പറയാണ്, അൽ ജുലൂസു ബൈന റസൂലില്ലാഹ്. തങ്ങളുടെ ചാരത്തിരിക്കൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നബിയേ. മൂന്നാമതായി അബൂബക്കർ തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ്, ഇൻഫാഖു മാലി ലിറസൂലില്ലാഹ്. ഓ ഹബീബായ നബിയേ, എന്റെ മുതലിന്റെ മുഴുവൻ ഭാഗങ്ങളും തങ്ങൾക്ക് വേണ്ടി നൽകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് നബിയേ. കാരണം എന്റെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ അബൂബക്കറേ, ഓ ഉമറേ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു മുതലിന്റെ പകുതി ഭാഗം കൊണ്ടുവരികയാണ്. അബൂബക്കർ തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് വശളാകല്ല നബിയേ. ഓ ഹബീബായ നബിയേ, എന്റെ വീട്ടിലുണ്ടായിരുന്ന ഏതാനും ദിർഹമുകൾ നബിയെ തങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. ആ സമയത്ത് മുത്തുനബി ചോദിക്കുകയാണ്, അബൂബക്കറേ, നിന്റെ മുതലിന്റെ മുഴുവൻ ഭാഗങ്ങളും നീ പരിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിച്ചാൽ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ തങ്ങൾ പറയാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഓ ഹബീബായ നബിയേ, എന്റെ മുതലിന്റെ മുഴുവൻ ഭാഗവും ഞാൻ ദീനിന്
ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ട് എന്റെ റബ്ബിനെയും മുത്തുനബിയെയും ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട് നബിയെ. ആ ഒരു തവക്കുലിന്റെ കാരണം കൊണ്ട് ദുനിയാവിൽ നിന്ന് വരുന്ന ഒരൊറ്റ ദാരിദ്ര്യത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണം. കണ്ടോ സഹാബത്തിന്റെ സ്നേഹം കണ്ടോ? മുത്തുനബിയുടെ കാലിൽ മുള്ളുകൊള്ളുന്നത് പോലും സഹാബത്ത് ഇഷ്ടപ്പെടുന്നില്ല. മുത്തുനബി ഒരല്പനേരം കാണാതിരുന്നാൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് സഹാബത്ത് മദീന മുഴുവനും അന്വേഷിച്ചു നടക്കും. മുത്തുനബിയെ കണ്ടിട്ടേ അവർക്ക് സമാധാനമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഖിർ സമാനിന്റെ ചണ്ടി ചവറുകളായ നാമും നിങ്ങളും ഭൗതികതയുടെ പിന്നാമ്പുറങ്ങളിലൂടെ പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. കാരണം എന്തേ? നമ്മൾ ദുനിയാവുമായി ലയിച്ചു ചേർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. അവിടുന്ന് ഭൗതികപരമായൊരു ജീവിതം അവിടുന്ന് നിലനിൽക്കുന്നത് ഭൗതികപരമായൊരു ജീവിതം അത് ധാരാളം നിലനിൽക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുന്ന് മുത്തുനബിയെ ഒന്ന് സ്നേഹിക്കണം. അവിടുന്ന് സ്നേഹിച്ച് മുത്തുനബിയുമായൊന്ന് പരിചയം വെക്കണം. ആ മുത്തുനബിയുമായൊന്ന് പരിചയം വെച്ചിട്ട് അവിടുന്ന് ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗളുൽ കൗസർ വാങ്ങിക്കുടിക്കണം. മുത്തുനബിയുടെ ശഫാഅത്തിലൊന്ന് ഉൾപ്പെടണം. എന്നാൽ ആഖിറം നാം വിജയിച്ചുപോയി. അതിനുള്ള ഒരു കാരണമാണ് മുഅ്മിനീങ്ങളെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മുത്തുനബിയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബുമായി കൂടുതലൊന്ന് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.